എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള്? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ ഇന്ന് ചേട്ടനൊക്കെ പുറത്ത് പോണായിരുന്നത് കാരണം ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ചോറ് വെച്ചിട്ടുണ്ട്. ഞാൻ കറികളൊക്കെ റെഡിയാക്കണം. ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഉണ്ണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് ചോറ് റെഡിയായാൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ കറികൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചീരത്തോരൻ വെക്കണം. പിന്നെന്താണ് കൂണ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വാങ്ങിച്ചിട്ടുണ്ട് കൂണ്. ഇതിപ്പോ ഒന്ന് നമുക്ക് തീയൽ വെക്കാം, വറുത്തരച്ച് തീയൽ വെക്കണം. കൂണ് തീയൽ വെച്ചാൽ ഇഷ്ടമാണ്. പിന്നെ മത്തി ഉണ്ട് വറക്കാനായിട്ട്. പിന്നെ രാഹുലിന് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടെ വറക്കണം. അപ്പൊ ഇന്നത്തെ കറികളൊക്കെ ഇതൊക്കെയാണ്. അപ്പൊ നമുക്കിതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ തീയൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 കൈപ്പിടിയോളം തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ നേരത്തെ ചിരണ്ടി വെച്ചതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരു 3 കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി തേങ്ങ നമുക്ക് തോരൻ എടുക്കാം. നമ്മുടെ ചീരത്തോരന് എടുക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 2 കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം ഞാനതൊന്നെടുത്ത് അരിഞ്ഞിട്ട് കൊടുക്കുവാണ്. കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞ് നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതിൽ വറുത്തെടുക്കാം. എനിക്ക് വളരെ പെട്ടെന്ന് തേങ്ങയൊക്കെ വറുത്തെടുക്കാൻ പറ്റും. ഞാൻ പെട്ടെന്നെല്ലാം ചടപടിയെന്നെല്ലാം ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ തേങ്ങയൊന്ന് വറുത്തെടുക്കുവാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പില ഞാൻ കഴിഞ്ഞ ദിവസം മാളിപ്പോയപ്പോൾ മേടിച്ച് വെച്ചതാണ്. അത് കഴിയൊന്നുമില്ല കേട്ടോ, കുറച്ച് കഴിയതൊക്കെ ഇരിപ്പുണ്ട്. അത് തീരട്ടെന്ന് വിചാരിച്ച് ഇതവിടെ വെച്ചിരിക്കുമായിരുന്നു. അപ്പം അത്യാവശ്യത്തിന് ഇപ്പോൾ 2 തണ്ട് നമുക്ക് കഴുകിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് പിന്നെ കഴുകി ഉണക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുത്തുള്ളത് നമ്മുടെ തേങ്ങയ്ക്കകത്തില്ല. അപ്പം ഞാൻ തീരെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ കഴുകാനായിട്ട് പോയത്. അപ്പോൾ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വാങ്ങിച്ചിട്ട് വന്നൊരു 4 മത്തി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വറക്കാനായിട്ട് എനിക്കും ചേട്ടനും മാത്രം മതി. ഇതേ വറക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. നല്ല ഫ്രഷ് മത്തിയാണ് കേട്ടോ, നല്ല മത്തിയാണ്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലൊന്നിട്ട് വെച്ചതാണ് നമുക്ക് വറക്കാനായിട്ട്. അപ്പം നമ്മുടെ തേങ്ങ വറുക്കാൻ വെച്ചത് ഇതാണ്. ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അരച്ചെടുക്കണം. അപ്പം അതൊന്ന് വറുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്, കാരണം എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ഒന്നാകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കൂൺ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂണിനകത്തോട്ട് ഞാൻ 2-3 പച്ചമുളകും ഒരു ഇടത്തരം സവോളയും കൂടി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇച്ചിരി കഴിയുമ്പോൾ ഇതൊന്ന് അവിഞ്ഞ് വരും. അപ്പം ഞാനൊരു തവി എടുത്തിട്ട് ഒന്ന് അമുക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി ഒന്ന് അമർത്തി വെക്കുവാണേ. അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പും ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഉപ്പ് മാത്രം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളതൊന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ അരപ്പ് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില എടുത്തത് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ടൊന്ന് വെക്കുവാണ്, അല്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നു പോവേ. അപ്പം ഇനി നമുക്ക് മീൻ വെട്ടിയെടുക്കണം. അതുകൂടാതെ നമ്മുടെ ചീരയൊന്ന് കഴുകി വെക്കണം. ചീര ഇത് വാങ്ങിച്ചതാണ്. ഇതൊന്ന് കഴുകി വെള്ളം വാലാനായിട്ട് വെക്കാം. മത്തിയും കൂടി ഒന്ന് വെട്ടിയെടുക്കാൻ പോവാണേ. അതെ, ചീര കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട്. മത്തി വെട്ടിയെടുക്കാം. 4 മത്തിയുള്ളൂ, നമുക്ക് വളരെ പെട്ടെന്ന് വെട്ടിയെടുക്കാം. ഇത് ഞാൻ രാവിലെ പോയി മേടിച്ചതാണേ. ഒന്ന് നല്ല ഫ്രഷ് മത്തി കിട്ടി രാവിലെ ഒന്ന് മേടിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഒരുമാതിരി കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 4 വറക്കാനെടുത്തുള്ളൂ, അത്യാവശ്യം ഇപ്പോഴത്തേന് മാത്രം. പെട്ടെന്ന് വെട്ടിയെടുക്കാം. രാവിലെ മാളിൽ പോയി മേടിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് സാധനം, തിരക്കുമില്ല വലിയ. നമുക്ക് രാവിലെ നല്ല സുഖമായിട്ട് എടുത്തുകൊണ്ട് പോരാം. വൈകുന്നേരം ആകുമ്പോഴേ ഭയങ്കര തിരക്ക്.
കുരുമുളകൊക്കെ അരച്ചങ്ങോട്ട് വറക്കാം നമുക്ക് നല്ല അടിപൊളിയായിട്ട്. ഇതൊക്കെ എനിക്ക് സ്പീഡാണ് എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പടപടയുന്ന കാര്യങ്ങൾ. നെയ്യായി വരുന്നുണ്ട്. മുട്ടയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. പനിഞ്ഞീനില്ല, പനിഞ്ഞീൻ നമ്മുടെ കഴുകി നമ്മൾ വരഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം എടുത്ത് കളഞ്ഞ് അതിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ അടിപൊളിയായിട്ട് വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മസാല വെട്ടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ വറക്കാം. ഒത്തിരി നേരം വെക്കാനുള്ള സമയമില്ല. ഇവിടെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ തേണ്ട നമ്മുടെ മത്തി അടിപൊളിയായിട്ട് വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ തേണ്ട കൂണൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുവാണ്. അതിന് ശേഷം നമുക്കിതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ അരപ്പ് അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് ആദ്യം ഒന്ന് വെള്ളം തൊടാതെ അരച്ച് അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കറിയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ, ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പൊടിക്കൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. അതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കി കൊടുത്തിട്ട് കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ രാഹുലിനുള്ള ചിക്കൻ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ മത്തിയും ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് താളിക്കാനായിട്ട് വെക്കാം. നമ്മുടെ കറിയുടെ അരപ്പ് അരപ്പും പോട്ടെ, നമ്മുടെ കടുക് നമുക്ക് പൊട്ടിച്ച് നമ്മുടെ കറിയിൽ ഒഴിച്ചു കൊടുക്കാം. ആ സമയത്തൊക്കെ അതിനിടയ്ക്ക് നമ്മുടെ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീരയും പച്ചമുളകും സവോളയും കൂടെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. എല്ലാം ഇതിനിടയ്ക്ക് പടപടേന്ന് ചെയ്തെടുക്കും. കാരണം ഇത്രയും സമയത്തിനിടയ്ക്ക് പെട്ടെന്ന് എങ്ങനെ അവർ ഇന്ന് ഓഫീസിൽ പോകുന്നതിന് കൂടാതെ വേറെ സ്ഥലത്ത് പോയിക്കണം, എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയത്തില്ല. ആ സമയത്തേക്കിന് ചോറും കറിയൊക്കെ റെഡിയായി വരണ്ടേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ചെയ്തെടുക്കുവാണ്. അതിനിടയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ആ ചീരയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ കടുക് വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം എനിക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ നല്ല സ്പീഡാണ്. എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതെല്ലാം തേങ്ങയൊക്കെ ചിരണ്ടി ഇന്നലെ വെച്ചുകൊണ്ടല്ല എളുപ്പമായിരുന്നു. നമ്മുടെ കടുക് താളിച്ച് നമ്മൾ കൂണിൻ്റെ കറിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ ചീരയ്ക്കും കൂടി ഒന്ന് കടുക് താളിച്ചെടുക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കറിവേപ്പിലയും കടുകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ചീരയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരനും റെഡിയായി കിട്ടും. അപ്പോൾ ചീരയ്ക്കകത്ത് ഞാൻ ഒതുക്കാതെയാണ് തേങ്ങ ചേർക്കുന്നത്. തേങ്ങ ചുമ്മാ വെറുതെ ഒന്ന് ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ജീരകമൊക്കെ ഇടാൻ മറന്നുപോയി. ജീരകം ഇടണമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ഞാനത് സമയമായപ്പോൾ മറന്നുപോയി. ഇടയ്ക്കെല്ലാം മിസ്സിങ് ആകും. ധൃതി കൂടിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മിസ്സിങ് ആയി പോകും. എന്നാലും നമ്മൾ ചീരത്തോരൻ നല്ല അടിപൊളി ചീരത്തോരനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഷായിട്ട് ഇതെല്ലാം മേടിച്ചുകൊണ്ടൊന്ന് കറി വെച്ചാൽ നല്ല, ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ട് കറി വെക്കുമ്പോഴാണ് പിന്നെയും നമ്മുടെ സാധനത്തിൻ്റെ ടേസ്റ്റ് കുറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനതൊന്ന് തട്ടിപ്പൊത്തി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേനും നമ്മുടെ ചീര റെഡിയായി കിട്ടും. തീ കുറച്ചിട്ട് 2 മിനിറ്റ് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ തേങ്ങ ബാലൻസ് ഉണ്ടായിരുന്നു, കുറച്ച് തേങ്ങയുണ്ട്. അതോടനെ തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെച്ചു. ഇനി നാളെ എന്തെങ്കിലും കറി വെക്കുമ്പോൾ അതിനകത്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ച ഉടനെ അതും കൂടി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. അതിന് ശേഷം നമ്മുടെ ചീരത്തോരൻ മൂടി വെച്ചു. പിന്നെ നമ്മളിനി ചിക്കനാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. എണ്ണ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മേടിച്ചതാണ്, അതായതുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തിലെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ നെടുകെ മുറിച്ചിട്ടാണ് ഞാൻ ഇത് മസാല തേച്ചത്. അല്ലെങ്കിൽ ഉള്ളിനകത്തൊന്നും മസാല വരത്തില്ലല്ലോ. അതുതന്നെയല്ല, ഇത് പെറുക്കി വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം ഒന്ന് മൂടി വെക്കുമ്പം വെന്ത് കിട്ടുമല്ലോ, ആവിക്ക് നന്നായിട്ട് വെന്ത് കിട്ടും.
കൂട്ടും. പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വേണമെങ്കിൽ പപ്പടം ചോദിക്കുവാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അതും കൂടെ പെട്ടെന്ന് ഒന്ന് വറുത്ത് വെച്ചു. പിന്നെ പപ്പടം വറുത്ത ചട്ടിയിലോട്ട് തന്നെ നമുക്ക് മീനും പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ പപ്പടം വറുത്ത എണ്ണയ്ക്കകത്തല്ല ഞാൻ മീൻ പൊരിക്കുന്നത്, അതിനകത്തൊരു കാരത്തിൻ്റെ ഇതില്ലേ പപ്പടത്തിൻ്റെ, അതുകൊണ്ട് ഞാൻ ആ എണ്ണ മാറ്റിയിട്ട് വേറെ പൊടിക്ക് എണ്ണ ഒഴിച്ച് എന്നിട്ട് വേണ്ട നമ്മുടെ മത്തിയും കൂടെ ഞാൻ പെറുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല മത്തിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പൊടിക്ക് നെയ്യുടെ മയവും കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി എണ്ണ ഉപയോഗിക്കേണ്ടി വന്നില്ല, എന്നാലും നല്ല മത്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മീനിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണ്ട നമ്മുടെ കറികളൊക്കെ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്, തീയൽ റെഡിയായി, അതുപോലെ തന്നെ നമ്മുടെ ചീരത്തോരനും റെഡിയായിട്ടുണ്ട്. അപ്പം നേടെ മത്തിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് എണ്ണയില്ലാതെ വറുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് എണ്ണയ്ക്കകത്താണ് വറുത്തെടുത്തിരിക്കുന്നത് ചിക്കന്. അപ്പം നമ്മുടെ ചോറിനുള്ള വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.